ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടി പോകുന്നത് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോൾ ആരാണെന്നും നിങ്ങളുടെ പാത എന്താണെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്നും നിങ്ങൾ എവിടെ വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളാണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജിയാണ്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നോക്കാം. യെസ് ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് നൈറ്റ് ഓഫ് വാൺസ് ആണ്. പോയിക്കൊണ്ടിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം നിങ്ങൾ വിജയിച്ച് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഒരു പോരാളിയുടെ അതുപോലെ അത്രക്കും എനർജൈസ്ഡ് ആയിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ പാഷനൊപ്പം നിങ്ങൾ സഞ്ചരിക്കുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഇമോഷണലി നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ സഞ്ചരിക്കുന്ന പാത എന്ന് പറയുന്നത് വളരെയധികം നിങ്ങൾ എന്താണോ നിങ്ങളുടെ പാഷൻ അതിൻ്റെ കൂടെയാണ് നിങ്ങൾ ഒരു പോരാളിയെ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ വളരെയധികം പാഷനേറ്റായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലേക്ക് എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് വളരെയധികം സമൃദ്ധിയോട് കൂടിയിരിക്കുന്ന ഒരു വനിതയാണ്. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള, വളരെയധികം സ്റ്റേബിളായിട്ടുള്ള ഒരു നറിഷിംഗ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാണാം, ഇവിടെ വളരെയധികം ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള, യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, യൂണിവേഴ്സലി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണിത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ എത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള